ജീവിത സാക്ഷ്യം കേൾക്കുവാൻ നമ്മൾ ഒരുങ്ങുകയാണ്. ഇന്ന് തൻ്റെ ജീവിത സാക്ഷ്യം നമ്മോട് പങ്കുവെക്കുന്നത് കണ്ണൂർ രൂപതയിലെ പയ്യാവൂരിനടുത്ത് തെരേസ ഭവൻ എന്ന പേരിൽ ഒരു മാനസിക രോഗികൾക്കുള്ള ശുശ്രൂഷ ചെയ്യുന്ന ബ്രദർ സജി തുരുത്തിയിൽ എന്ന സഹോദരനാണ്. വളരെ സ്നേഹത്തോടെ നമുക്ക് ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. നാളുകളായി അനേകം മാനസിക രോഗികളെ, ആരോരുമില്ലാത്ത അനാഥരെ ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷിക്കുന്ന, സഭയിലെ വേറിട്ട വിസ്മയപകമായി ശുശ്രൂഷ ചെയ്യുന്ന സജി ബ്രദറിനെ ആദരവോടെ ഈ വചനവേദിയിലേക്ക് നമുക്ക് ഒരുമിച്ച് ക്ഷണിക്കാം. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തകന്റെ പുസ്തകം 119 അധ്യായം 71 തിരുവചനം. ദുരിതങ്ങൾ ഓരോന്നും എൻ്റെ ജീവിതത്തിൽ വലിയ ഉപകാരങ്ങളായി മാറി. തന്മൂലം ദൈവമേ, അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ അഭ്യസിച്ചുവല്ലോ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം പങ്കുവയ്ക്കുവാൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, വഴിയോരങ്ങളിലും നാൽക്കവലകളിലും പേടികത്തിണ്ണകളിലും ബസ് സ്റ്റാൻഡിലൊക്കെ അലഞ്ഞുതിരിയുന്ന ദൈവത്തിൻ്റെ അമൂല്യരായ ദൈവസന്നിധിയിൽ എത്രയോ ഉന്നതവും മഹത്തരവുമായ ജീവിക്കുന്ന യേശുവിനെ തന്നെ ശുശ്രൂഷിക്കുവാനുള്ള ഒരു വലിയ വിളിയിലേക്ക് എൻ്റെ കർത്താവ് എന്നെ ഇന്ന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ അമ്മച്ചിയുടെ ഗർഭപാത്രത്തിൽ ഞാൻ രൂപം കൊണ്ട നിമിഷം മുതൽ എൻ്റെ കുഞ്ഞുനാളിലും എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിലും എൻ്റെ യുവപ്രായത്തിലും ദാമ്പത്യ ജീവിതത്തിലെല്ലാം കടന്നു വന്ന, ഒന്നിനു പുറകെ മറ്റൊന്നായി കടന്നു വന്ന വലിയ സഹനങ്ങളുടെ, വലിയ തകർച്ചകളുടെ, വലിയ തിരസ്കരണങ്ങളുടെയൊക്കെ ഏറ്റവും ഒടുവിലാണ് ദൈവത്തിൻ്റെ അപരിമേയമായ മഹത്വം അനുഭവിക്കാനും ദർശിക്കാനൊക്കെ എനിക്ക് കഴിഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ വീട്ടിൽ ഞങ്ങൾ 6 മക്കളിൽ 4ാമത്തെ ആളാണ് ഞാൻ. എൻ്റെ ഓർമ്മ വെച്ച നാളിൽ എൻ്റെ അപ്പച്ചൻ വലിയ ഒരു മദ്യപാനി. ഞങ്ങളുടെ വീട്ടുകാർക്ക് മാത്രമല്ല, നാട്ടുകാർക്ക് പോലും എൻ്റെ അപ്പച്ചൻ ഒരു പേടി സ്വപ്നമാണ്. മദ്യപിച്ച് ചാച്ചൻ വരുന്നു എന്നറിയുമ്പോൾ തന്നെ ഞങ്ങൾ മക്കളെല്ലാം പേടിച്ച് അടുക്കളയിലോ വീടിൻ്റെ പുറകുവശത്തോ ചാച്ചൻ്റെ കൺവെട്ടത്ത് പെടാതെ എവിടെയെങ്കിലുമൊക്കെ മാറി നിൽക്കും. ഒരു കാരണമില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടാക്കി അതിക്രൂരമായ രീതിയിൽ മിക്ക ദിവസവും ഞങ്ങളുടെ അമ്മച്ചിയെ മർദ്ദിക്കുക എൻ്റെ പിതാവിനൊരു ഹോബി പോലെയായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഒന്ന് കരയാൻ പോലുള്ളൊരു സ്വാതന്ത്ര്യം ഞങ്ങൾക്കില്ലായിരുന്നു. ഹൃദയത്തിൻ്റെ ഉള്ളിൽ മനോവേദനയോടെ കരഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ ഒരു പെങ്ങളാണെങ്കിൽ ദിവസം 10, 15, 20 പ്രാവശ്യം വരെയൊക്കെ അവസ്മാരക രോഗം വന്ന് നിലത്ത് വീണ് പിടയ്ക്കുന്ന അസുഖം. എൻ്റെ ഒരു സഹോദരൻ ഒരു പഠനത്തിന് വേണ്ടി പോയി. 2 വർഷം കഴിഞ്ഞ് അവധിക്ക് വീട്ടിലേക്ക് വരുന്നത് അവൻ്റെ മാനസികമായ നില വിട്ടുപോയ സാഹചര്യത്തോടെ. ഞാൻ ഓർക്കുകയാണ്, ഒത്തിരി രോഗപീഠകളും സഹനങ്ങളും തകർച്ചകളും വേദനകളും നിറഞ്ഞ, ശരിക്കും നരകതുല്യമായ ഒരു ജീവിത അന്തരീക്ഷത്തിലാണ് എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ വളർന്നു വരിക. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ അപ്പച്ചൻ ഒത്തിരിയേറെ മദ്യപിച്ച് കഴിയുമ്പോൾ വർഷത്തിൽ 1-2 പ്രാവശ്യമെങ്കിലും ഒരു മാനസിക രോഗിയുടെ അവസ്ഥയിലേക്ക് മാറും. തലശ്ശേരിയിലും കോഴിക്കോടൊക്കെ ആഴ്ചകളോളം മാസങ്ങളോളമൊക്കെ അഡ്മിറ്റ് ചെയ്ത് ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഞാനായിരിക്കും ശുശ്രൂഷിക്കാൻ കൂടെ ഉണ്ടാകുക.
ഞാൻ ഓർക്കുന്നുണ്ട്, രാത്രികാലങ്ങളിൽ മരുന്നും ഇഞ്ചക്ഷനെല്ലാം എടുത്ത് ചാച്ചൻ ഉറങ്ങിയെന്ന് ഉറപ്പ് വരുമ്പോൾ ആ മുറിയുടെ ഏതെങ്കിലും മൂലയ്ക്ക് പോയിരുന്ന് ഞാനിങ്ങനെ കരയാൻ തുടങ്ങും. അന്ന് പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല. അന്ന് ആകപ്പാടെ അറിയാവുന്നൊരു കാര്യം കുറേ സമയം ഇരുന്നിങ്ങനെ കരയുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ഓർമ്മയിലേക്ക് പപ്പായും മമ്മിയും മക്കളൊക്കെ ഒത്തിരി സന്തോഷത്തോടെ ഒത്തിരി സമാധാനത്തോടെ കഴിയുന്ന ഓരോ കുടുംബങ്ങളെ ഞാനിങ്ങനെ ഓർക്കും. എൻ്റെ കുടുംബത്തിൻ്റെ ദയനീയമായ അവസ്ഥകൾ ഞാനിങ്ങനെ ഓർക്കും. അവിടെ ഇരുന്ന് കരഞ്ഞ് കരഞ്ഞ് ഞാൻ ഓർക്കുകയാണ്, പല ദിവസങ്ങളിലും കരഞ്ഞ് തളർന്ന് ആ സിമൻ്റ് തറയിൽ തന്നെ ഞാൻ കിടന്നുറങ്ങിപ്പോയ രാത്രികളുണ്ട്. അങ്ങനെ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ മാത്രം നിറഞ്ഞ ഒരു ജീവിതാന്തരീക്ഷത്തിൽ ഞാൻ വളർന്നു വരുമ്പോൾ 1991 എൻ്റെ 22-ാം വയസ്സിൽ ആദ്യമായൊരു ധ്യാനം കണ്ണൂർ ജില്ലയിലെ പേരാവൂരിനടുത്ത് തൊണ്ടിയിൽ വെച്ച് നടന്ന ബൈബിൾ കൺവെൻഷൻ. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, ഞാൻ വണ്ടി ഇറങ്ങി ആ വലിയ തെങ്ങിൻ തോട്ടത്തിലേക്ക് കൺവെൻഷൻ സെൻറ്ററിലേക്ക് കടന്നു ചെന്നപ്പോൾ അനേകായിരം ആളുകൾ കണ്ണുകളടച്ച് 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്ന രംഗമാണ് ഞാൻ കാണുക. എൻ്റെ ജീവിതത്തിൽ അന്ന് വരെ അങ്ങനെ ഒരു പ്രാർത്ഥനാ രീതി ഞാൻ കണ്ടിട്ടില്ല. ഞാനും അവരിൽ ഒരാളായി കണ്ണുകളടച്ച് 2 കരങ്ങളും ഉയർത്തി ഞാനും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, 10-20 മിനിറ്റോളം നീണ്ടു നിന്ന വലിയ സ്തുതിയുടെ ആരാധനയുടെ നിമിഷങ്ങൾ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, ആദ്യ ശുശ്രൂഷയിൽ തന്നെ എന്തെന്നില്ലാത്ത ഒരു വലിയ ദൈവാനുഭവം ഞാൻ അനുഭവിക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് ദാഹമായി. ആളുകളുടെ ഇടയിലൂടെ ചെന്ന് ആ സ്റ്റേജിൻ്റെ ഏറ്റവും മുമ്പിൽ പോയി ഞാൻ സ്ഥാനം പിടിച്ചു. ആർത്തിയോടെ ഞാൻ വചനത്തെ സ്വീകരിക്കാൻ തുടങ്ങി. ഞാൻ ഓർക്കിയ ആ ദിവസങ്ങളൊക്കെയും അവിടെ നടന്ന ഓരോ ശുശ്രൂഷകളിലും വ്യത്യസ്തമായ ദൈവാനുഭവങ്ങളിലൂടെ എൻ്റെ കർത്താവിനെ നയിക്കാൻ തുടങ്ങി. അന്ന് ആ ധ്യാനം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ എനിക്കൊരു സത്യം മനസ്സിലായി. അന്ന് വരെ രാപകലില്ലാതെ എന്നെ ഭാരപ്പെടുത്തിക്കൊണ്ടിരുന്ന എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള വേദനകളൊക്കെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഈശോ പറിച്ചു മാറ്റിയൊരനുഭവം. എൻ്റെ കുടുംബത്തിലെ സഹനങ്ങളുടെ മേലെല്ലാം ചവിട്ടി നടക്കുന്ന ഒരു വലിയ ദൈവാനുഭവത്തിലേക്ക് എന്നെ ഉയർത്താൻ തുടങ്ങി. എൻ്റെ ഹൃദയത്തിൽ എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള വേദന മാറിയപ്പോൾ ഞാൻ പോലും അറിയാതെ വേറൊരു വേദന എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഉയർന്നു വരാൻ തുടങ്ങി. പാവപ്പെട്ടവരെക്കുറിച്ചും വേദനിക്കുന്നവരെക്കുറിച്ചും വലിയ തകർച്ചയിലൂടെയും കഷ്ടനഷ്ടങ്ങളിലൂടെയൊക്കെ നയിക്കപ്പെടുന്നവരെക്കുറിച്ച് വലിയൊരു വേദന ഞാൻ ഓർക്കുകയാണ്. അന്ന് ഞങ്ങൾ ആ ധ്യാനം കൂടിയ ഞങ്ങളുടെ നാട്ടിലുള്ള 6-7 ചെറുപ്പക്കാർ കൂടി ഞങ്ങൾ ആഴ്ചയിലൊരിക്കൽ ഏതെങ്കിലും റബ്ബർ തോട്ടത്തിലോ പീഡിക മുറികളിലൊക്കെ മണിക്കൂറുകളോളം വട്ടത്തിലിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. അന്നധികം പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല. കുറേ സമയം ഇങ്ങനെ സ്തുതിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഉൾപ്രേരണ തരും. ചിലപ്പോൾ ഏതെങ്കിലും ആദിവാസി കോളനിയിലേക്കോ കുറിച്ച കോളനിയിലേക്കൊക്കെ പോകാനായിരിക്കും. ചിലപ്പോൾ തലശ്ശേരിയിലെ കണ്ണൂരൊക്കെ ഗവൺമെൻറ് ആശുപത്രിയിലെ അനാഥ വാർഡിലേക്കായിരിക്കും. അവിടെ ചെല്ലുമ്പോഴുണ്ടാവും ആഴ്ചകളായി ഇഞ്ചക്ഷനും മരുന്നിനൊക്കെ എഴുതി കൊടുത്ത് മേടിക്കാൻ പറ്റാതെ തലയിണയ്ക്കരികിൽ കുറിപ്പുകളൊക്കെ വെച്ച് കിടക്കുന്ന മക്കൾ. ഞാൻ ഓർക്കുകയാണ്, ആക്സിഡൻ്റൊക്കെ ആയി ഓപ്പറേഷൻ നിർദ്ദേശിച്ച് കൂടെ നിൽക്കാൻ ആളില്ല, രക്തം കൊടുക്കാൻ ആളില്ല. ഒരുപാട് വേദനിക്കുന്ന മക്കളുടെ ഇടയിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഇങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ ശുശ്രൂഷ മുന്നോട്ട് പോകുന്നതനുസരിച്ച് തീർത്തും അന്ധകാരത്തിലായിരുന്ന ഞങ്ങളുടെ ഭവനത്തിലേക്ക് കർത്താവിൻ്റെ പ്രകാശം കടന്നു വരാൻ തുടങ്ങി.
എൻ്റെ പിതാവിൻ്റെ മദ്യപാനം നിർത്തുക സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ കർത്താവിൻ്റെ വലിയ ഇടപെടൽ എൻ്റെ പിതാവിന് മദ്യത്തിൻ്റെ ദുരാത്മാവിൽ നിന്ന് പൂർണ്ണ വിടുതൽ എൻ്റെ കർത്താവ് കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ആ ശുശ്രൂഷ ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക, അതൊരു ഹരമായി മാറി. ഞാൻ ഓർക്കി അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് വിവാഹത്തെക്കുറിച്ചൊക്കെ എൻ്റെ വീട്ടുകാർ നിർബന്ധിക്കാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ജപമാല ചൊല്ലുമ്പോഴും വിശുദ്ധ കുർബാന സമർപ്പിച്ചൊക്കെ എൻ്റെ ദാമ്പത്യ ജീവിതത്തെ, വരാൻ പോകുന്ന കുടുംബജീവിതത്തെയൊക്കെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരുപാട് പ്രാർത്ഥിച്ചൊരുങ്ങി ഒരു വിവാഹാലോചന വന്നു. വളരെ ആഘോഷമായി കല്യാണമൊക്കെ നടന്നു. ഞാൻ ഓർക്കുകയാണ്, വിവാഹം കഴിഞ്ഞ് ഒരു 4-5 ദിവസം മുന്നോട്ട് പോയി കാണും, എനിക്കൊരു സത്യം മനസ്സിലായി. എൻ്റെ കുടുംബജീവിതം എന്നേക്കുമായി ഒരു വലിയ തകർച്ചയിലേക്ക് നീങ്ങുകയാണ്. ഒരു തരത്തിലും ഞങ്ങൾക്ക് ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ സ്നേഹിക്കാനോ കഴിയുന്നില്ല. അവളുടെ വീട്ടിൽ 9 മക്കളിൽ ഏറ്റവും ഇളയ മകള് ജീവിതത്തിൽ യാതൊരുവിധ അല്ലലും അറിഞ്ഞിട്ടില്ല. ആത്മീയ മേഖലകളായി വലിയ ബന്ധങ്ങളൊന്നുമില്ലാതെ ലോകത്തിൻ്റെതായ സാഹചര്യത്തിൽ വളർന്നു വന്ന അവളുടെ വിവാഹ സ്വപ്നങ്ങൾ, എൻ്റെ വിവാഹ സ്വപ്നം, രണ്ടും 2 ധ്രുവങ്ങളിലേക്ക്. പ്രിയപ്പെട്ടവരെ, 1 മാസത്തോളം എങ്ങനെയൊക്കെയോ ജീവിച്ചു. 1 മാസം കഴിഞ്ഞ് അവളുടെ വീട്ടിൽ പോയി 2 ദിവസം കഴിഞ്ഞ് ഞാൻ കൂട്ടാൻ വേണ്ടി ചെല്ലുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അന്ന് വരെ അനുഭവിച്ചതിലേക്കും വെച്ച് വലിയ മനോവേദനയോടെ എൻ്റെ ജീവിത പങ്കാളിയുടെ വീട്ടിൽ നിന്ന് എനിക്ക് പോരേണ്ടി വന്നു. അങ്ങനെ ഒരു വിവാഹം നടന്നിട്ടില്ല. എന്നേക്കുമായി ആ ദാമ്പത്യ ജീവിതം മുറിക്കപ്പെട്ട ഒരു അനുഭവത്തോടെ ഞാൻ അവിടുന്ന് പോരുകയാണ്. എൻ്റെ മാനസിക നില തന്നെ വിട്ടുപോകുന്നു എന്ന് ഞാൻ ഭയപ്പെട്ടു. ഞാനിപ്പോഴും ഓർക്കുക, ഞാൻ കാഞ്ഞങ്ങാട് വന്ന്, കാഞ്ഞങ്ങാട് നിന്ന് കണ്ണൂർ വന്ന്, കണ്ണൂരിൽ നിന്ന് പുൽപ്പള്ളിക്ക് പോകുന്നൊരു ബസ്സിൽ ഒരു സൈഡ് സീറ്റ് ഞാനിങ്ങനെ കയറിയിരിക്കുകയാണ്. അന്ന് ഞാൻ കോളയാടിനടുത്താണ് താമസിക്കുന്നത്. കോളയാട് വണ്ടി ഇറങ്ങാം. ആ ബസ്സിൻ്റെ സൈഡ് സീറ്റിൽ പ്രത്യേകമായൊരു മാനസിക അവസ്ഥയിൽ ഞാനിങ്ങനെ തളർന്ന് ചാരിക്കിടക്കുകയാണ്. എൻ്റെ മനസ്സിലേക്ക് കുഞ്ഞുനാൾ മുതലുള്ള വേദനിപ്പിക്കുന്ന ഓരോ ഓർമ്മകളിങ്ങനെ ഓരോന്നോരോന്നായി കടന്നു വരാൻ തുടങ്ങി. അവസാനം ഇതാ ഒത്തിരിയേറെ പ്രാർത്ഥിച്ചൊരുങ്ങി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു. എൻ്റെ കുടുംബജീവിതം ഇത് തകർന്നിരിക്കുകയാണ്. അങ്ങനെ ഒരു പരിശുദ്ധ അമ്മയുണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു വിശുദ്ധ കുർബാനയ്ക്ക് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ, ഇത്രമാത്രം പ്രാർത്ഥിച്ചൊരുങ്ങി കുടുംബജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് എൻ്റെ ജീവിതം തകരുമായിരുന്നോ? ഇതൊക്കെ വെറുതെയാണോ? ഏത് കാര്യത്തോടും പ്രത്യേകം ഒരു താല്പര്യം കാണിക്കുമ്പോൾ പ്രത്യേക അനുഭവമൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെയൊക്കെയാണോ ഇതൊക്കെ? ഞാൻ കൂടുതൽ കൂടുതൽ അസ്വസ്ഥപ്പെടാൻ തുടങ്ങി. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വരാൻ തുടങ്ങി. ഞാനിന്ന് വീട്ടിൽ ചെല്ലും, നാട്ടുകാരറിയും, വീട്ടുകാരറിയും, എല്ലാവരും അറിയും, കല്യാണം കഴിഞ്ഞിട്ട് 1 മാസം പോലും ആയില്ല. എല്ലാവരുടെ മുമ്പിലും ഞാനൊരു അപമാനപാത്രമാകാൻ പോവുകയാണ്. എൻ്റെ മനസ്സിൽ ഞാനൊരു തീരുമാനമെടുത്തു, ഇല്ല, ഇനി വീട്ടിലേക്കില്ല. സഹിച്ച് ഞാൻ മടുത്തു. ഓർമ്മ വെച്ച നാള് മുതലേ സഹനങ്ങൾ ഇനി എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഒരു വലിയ പരിഹാരം പോലെ എൻ്റെ മനസ്സിലേക്കൊരു ചിന്ത വരികയാണ്. ഈ ജീവിതം അങ്ങോട്ട് അവസാനിപ്പിക്കുകയാണെങ്കിൽ പിന്നെ ഒന്നും അറിയണ്ട. ഞാൻ വിചാരിച്ചു, ഇവിടെ കണ്ണൂർ തന്നെ, ഇവിടെ തന്നെ ബസ് ഇറങ്ങിയേക്കാം, കടലിൽ ചാടിയോ എങ്ങനെയെങ്കിലും ഈ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചേക്കാം. പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെയൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു മധ്യവയസ്കനായ വ്യക്തി എൻ്റെ അടുത്ത സീറ്റിൽ വന്ന് ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ഇരുന്നിടത്തുനിന്ന് മെല്ലെ എഴുന്നേക്കാൻ നോക്കിയപ്പോൾ ആ മനുഷ്യൻ എന്നെ ഒന്ന് തോണ്ടി. ഞാൻ സൂക്ഷിച്ചു നോക്കി, എനിക്കൊരു പരിചയമില്ല. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, മോനിപ്പോൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയല്ലേ? പ്രിയപ്പെട്ടവരെ, ആ ബസ്സിലിരുന്നു കൊണ്ട്
എൻ്റെ മനസ്സിലൂടെ പോയ ഓരോ മനോവേദനകളും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞെന്നവണ്ണം ആ മനുഷ്യൻ എന്നോട് പറയാൻ തുടങ്ങി. ഞാൻ ബസ്സിലാണിരിക്കുന്നുള്ള ചിന്തയൊക്കെ മാറി ഞാൻ ഏങ്ങലടിച്ച് ഒരു കുഞ്ഞിനെ പോലെ അവിടുന്ന് കരയുകയാണ്. അദ്ദേഹം എന്നെ അദ്ദേഹത്തോട് ചേർത്ത് നിർത്തി. ആ മനുഷ്യൻ പറഞ്ഞു, മോനെക്കുറിച്ച് കർത്താവിന് വലിയ പദ്ധതിയുണ്ട്. ഞാൻ പിലാത്ര ധ്യാനമന്ദിരത്തിൽ വചനം പങ്കുവെച്ചിട്ട് വയനാട്ടിൽ ഒരു കൺവെൻഷന് വചനം പങ്കുവെക്കാൻ വേണ്ടി പോവുകയാണ്. മോനറിയാമോ, ഞാൻ ഈ ബസ്സിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് വന്നേ, കർത്താവേ എനിക്ക് അല്പം ഉറങ്ങി വിശ്രമിച്ച് യാത്ര ചെയ്യണം, നീ എനിക്ക് നല്ലൊരു സൈഡ് സീറ്റ് ഒരുക്കി തരണം. അദ്ദേഹം പറയുക, ഈ ബസ്സിലേക്ക് കയറിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം, കാരണം ഒത്തിരി സൈഡ് സീറ്റുകൾ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ്. പക്ഷേ ഒരു സീറ്റിൽ പോലും പോയിരിക്കാൻ എനിക്ക് പറ്റിയില്ല. എന്നെ ആരോ പിടിച്ചു കൊണ്ടുവന്ന് മോൻ്റെ അരികിലിരുത്തുന്ന അനുഭവമായിരുന്നു. മോൻ്റെ അരികിൽ വന്നിരുന്നതും പരിശുദ്ധാത്മാവ് നിർബന്ധിക്കാൻ തുടങ്ങി, ഈ മോന് വേണ്ടി പ്രാർത്ഥിക്ക്, ഈ മോന് വേണ്ടി പ്രാർത്ഥിക്ക്. ഞാൻ കണ്ണുകൾ അടച്ചതും ആത്മാവ് ഓരോ കാര്യങ്ങൾ വെളിപ്പെടുത്തി തരികയായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നെക്കുറിച്ച് വലിയ കരുതലുള്ള എൻ്റെ പൊന്നു കർത്താവ്. ഞാൻ ഓർക്കുകയും അന്ന് കണ്ണൂർ മുതൽ കോളയാട് എത്തുന്നത് വരെ ജീവിത അനുഭവങ്ങളാൽ ദൈവവചനത്താൽ ആ മകൻ എന്നെ നിറച്ചുകൊണ്ടേയിരുന്നു. ഞാൻ ഒത്തിരി ശക്തിപ്പെട്ട് വീട്ടിലേക്ക് ചെന്നു. വീട്ടുകാരറിഞ്ഞു, നാട്ടുകാരറിഞ്ഞു, എല്ലാവരും അറിഞ്ഞു, എല്ലാവരും ഇടപെട്ടു. ഒരു പരിഹാരമില്ല. ഞാൻ ഓർക്കുകയാണ്, ആ ഇടയ്ക്ക് 2-3 ധ്യാനമൊക്കെ പോയി ഞാൻ കൂടും, ശക്തിയോടെ തിരിച്ചു വരും. ഒരാഴ്ച 2 ആഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും ഞാൻ തളരാൻ തുടങ്ങും. ഞായറാഴ്ച എനിക്ക് പള്ളിയിൽ പോലും പോകാൻ പറ്റത്തില്ല. ഒരു വലിയ ഇരുമ്പ് കടാര കൊണ്ട് ചങ്കിലേക്ക് കുത്തിയിറക്കിയാൽ വേദനിക്കുന്നതിനേക്കാൾ വലിയ വേദന അനേകരുടെ നോട്ടങ്ങളിലൂടെ, സംസാരത്തിലൂടെ, പ്രവൃത്തികളിലൂടെയൊക്കെ എന്നെ വേട്ടയാടാൻ തുടങ്ങി. ഞാൻ ഓർക്കി, ഒരു 9 മാസത്തോളം എൻ്റെ വിവാഹം കഴിഞ്ഞ് മുന്നോട്ട് പോയി. ഞാനന്ന് തലശ്ശേരിയിലൊരു ആവശ്യം കഴിഞ്ഞ് രാത്രി ഒരു 10:30 മണിയൊക്കെ ആയി കാണും. ഞാൻ സാധാരണ ഉറങ്ങാറുള്ള വീടിൻ്റെ സൈഡിലുള്ള മുറി തുറന്ന് ഞാൻ ആ മുറിയിലേക്ക് കാലെടുത്ത് വെച്ചു. ആ മുറിയുടെ ഭിത്തിക്ക് മുകളിൽ അനേക നാളുകളായി ഒരു ചെറിയ ക്രൂശിത രൂപം തൂങ്ങിക്കിടപ്പുണ്ട്. അതിനു മുമ്പൊന്നും എനിക്ക് അതിനോടൊരു ആകർഷണമോ ഒന്നും തോന്നിയിട്ടില്ല. അന്ന് ഞാൻ കാലെടുത്ത് വെച്ചതും എൻ്റെ കണ്ണുകൾ ആ ക്രൂശിത രൂപത്തിൽ പോയി ഉടക്കി. ആ രൂപം എന്നെ അങ്ങോട്ട് വിളിക്കും പോലെ, എന്നെ അങ്ങോട്ട് ചേർക്കും പോലെ എനിക്കിങ്ങനെ അനുഭവപ്പെടുകയാണ്. ഞാൻ മെല്ലെ ചെന്ന് ആ ക്രൂശിത രൂപം എൻ്റെ കയ്യിലെടുത്ത് അവിടെ മുട്ടിന്മേൽ വീണ് ആ രൂപത്തെ നോക്കി ഞാൻ കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, കർത്താവേ, നിനക്കെതിരെ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇത്ര ക്രൂരമായ രീതിയിൽ നീ എന്നെ വലിച്ചിഴയ്ക്കുന്നത്? ഒത്തിരി പരാതി പറഞ്ഞ്, പെറുപെറുത്ത്, വേദനിച്ച്, ഞാൻ ചെയ്തിട്ടുള്ള നന്മകൾ ഓരോന്നും എടുത്തു പറഞ്ഞ് ഞാൻ കരയുകയാണ്. കുറച്ച് സമയം മുന്നോട്ട് പോയി കാണും, ഞാൻ കയ്യിൽ പിടിച്ചിരിക്കുന്ന ക്രൂശിത രൂപത്തിൻ്റെ തലയിലുള്ള ആ മുൾക്കിരീടം ഇങ്ങനെ വലുതായി വരുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. ആ മുൾക്കിരീടത്തിൻ്റെ ഓരോ മുൻമനകളിൽ നിന്നും ഓരോ തുള്ളി രക്തം ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്നതായി എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. എൻ്റെ ശരീരം മുഴുവനും ഇങ്ങനെ ചോര കോരിയൊഴിക്കുന്ന ഒരു വലിയ അനുഭവത്തിലൂടെ ഞാൻ എല്ലാം മറന്ന് വീണ്ടും ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എൻ്റെ ഈശോ എന്നോട് പറയുമ്പോൾ എനിക്ക് അനുഭവപ്പെടുക, മോൻ കരയരുത്, മോൻ കരയരുത്. നിന്റെ ജീവിതത്തിലെ ഈ തകർച്ചകളെല്ലാം ഓർത്ത് നന്ദി പറഞ്ഞ് സ്തുതിച്ച് സ്തുതിച്ച് നീയൊന്ന് ആനന്ദിച്ചേ. പ്രിയപ്പെട്ടവരെ, ആ സമയം വരെ പരാതി പറഞ്ഞും പിറുപിറുത്തും കർത്താവിനെ ചോദ്യം ചെയ്തും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഞാൻ പോലും അറിയാതെ നന്ദി പറഞ്ഞ് സ്തുതിക്കാൻ തുടങ്ങി. ഇത്രമാത്രം രോഗപീഠകളും സഹനങ്ങളും വേദനകളും നിറഞ്ഞ ഒരു കുടുംബത്തിൽ ജന്മമേകാൻ എന്നെ തെരഞ്ഞെടുത്ത എൻ്റെ നല്ല ദൈവമേ, നിനക്ക് സ്തോത്രം. അവസാനം എൻ്റെ ദാമ്പത്യ ജീവിതം പോലും മുറിക്കപ്പെട്ട് കാൽവരിയിലെ നിന്റെ കുരിശിൻ്റെ പിന്നാലെ വരാനുള്ള വലിയ യോഗ്യതയിലേക്ക് നീ എന്നെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് സ്തോത്രം കർത്താവേ. നന്ദി പറഞ്ഞു സ്തുതിച്ച് ഞാൻ ഓർക്കുക, എൻ്റെ ഒച്ചയെല്ലാം പോയി.
ഞാൻ തളർന്ന സിമൻ്റ് തറയിൽ ഒരു പ്രത്യേക അനുഭവത്തിൽ ഇങ്ങനെ കിടക്കുക. എൻ്റെ ഉള്ളിൽ നിന്ന് സ്തുതിപ്പ് നീക്കുന്നില്ല. ഭാഷാവരത്തിൽ ഞാനിങ്ങനെ സ്തുതിച്ച് ശാന്തതയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ എൻ്റെ കാതിൽ വളരെ വ്യക്തമായി ഞാനൊരു സ്വരം കേൾക്കുകയാണ്, എനിക്ക് വേണം നിന്നെ, എനിക്ക് വേണം നിന്നെ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ ഞാൻ കാണുന്നത് എൻ്റെ മുന്നിലൂടെ ഓരോ ദർശനങ്ങളിങ്ങനെ കടന്നു പോകാൻ തുടങ്ങി. വഴിയിലൊക്കെ അലഞ്ഞു തിരിയുന്ന മാനസിക രോഗികളായ മക്കൾ, ജടയെല്ലാം നീട്ടി ഭാണ്ഡക്കെട്ടൊക്കെയായി ഓവിയാലിലെ വെള്ളമെല്ലാം കോരിക്കുടിച്ച് നിസ്സഹായരായി അലഞ്ഞു തിരിയുന്ന മക്കൾ, അവരുടെ അടുക്കിലേക്ക് പോകുന്നത്, അവരെ കുളിപ്പിക്കുന്നത്, ഷേവ് ചെയ്യുന്നത്, ആഹാരം വാരിക്കൊടുക്കുന്നത്, കുറേ കാഴ്ചകളിങ്ങനെ കണ്ട് ഞാൻ അവിടെ കിടന്നുറങ്ങിപ്പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിറ്റേന്ന് നേരം വെളുത്തത് ഞാനൊരു പുതിയ സൃഷ്ടിയായിട്ടാണ്. ഒരു പഞ്ഞി പോലെ, ഒരു പൊങ്ങു പോലത്തെ അവസ്ഥ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, എല്ലാവരും അന്വേഷിച്ച് നടക്കുന്നത് സ്വന്തം കാര്യങ്ങളാണ്, യേശുക്രിസ്തുവിൻ്റെ കാര്യങ്ങളല്ല. ഈ യേശുക്രിസ്തുവിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള ഒരു വലിയ ദാഹം എൻ്റെ കർത്താവ് എനിക്ക് തന്നു. ഞാൻ ഓർക്കി ആ നാളുകളിലൊക്കെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഉൾപ്രേരണ തരും. നീ ഇന്ന് തലശ്ശേരിക്ക് പോകണം, കണ്ണൂർക്ക് പോകണം. ഞാൻ ഓർക്കിയ കണ്ണൂർ ഒരു ദിവസം ചെന്നപ്പോൾ മലമൂത്ര വിസർജനത്തിൽ പൂണ്ട് ദിവസങ്ങളോളമായി തളർന്നു കിടന്നൊരു അപ്പച്ചനെ പിടിച്ച് മെല്ലെയും എഴുന്നേൽപ്പിച്ചപ്പോൾ പാളയുടെ പോള പൊളിയും പോലെ പുറത്ത് തോലക്കൂർന്ന് താഴേക്ക് വീണു. ഒരുപാട് ദിവസങ്ങളായി ഒന്ന് ചെരിഞ്ഞു പോലും കിടക്കാൻ പറ്റാത്ത മനുഷ്യൻ. ഞാൻ ഓർക്കി ആ മകനെ കൊണ്ടുവന്ന് 6-ാം ദിവസം തമ്പുരാൻ്റെ അടുത്തേക്ക് പോയി. അങ്ങനെ 6 ദിവസവും 10 ദിവസവും 15 ദിവസവും ഒക്കെ ആകുമ്പോഴേക്കും മരിക്കത്തക്ക രീതിയിലുള്ള മരണാസന്നരായ ദൈവമക്കളുടെ ഇടയിലും മാനസിക രോഗികളായ ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളുടെ ഇടയിലെല്ലാം എൻ്റെ കർത്താവ് എന്നെ വലിയ ശക്തിയോടെ ഉപയോഗിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശുശ്രൂഷകളൊക്കെ മുന്നോട്ട് പോകുമ്പോഴും എൻ്റെ ജീവിത പങ്കാളിയിൽ നിന്ന് വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടിരുന്നു. ഞാനൊരു ദിവസം 3 ദിവസം ഉപവാസം പ്രഖ്യാപിച്ചു. ഞാൻ എൻ്റെ കർത്താവിനോട് പറഞ്ഞു, ഈശോയെ, നീ എനിക്ക് മറുപടി തരണം. എന്നെക്കുറിച്ച്, എൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ച്, എൻ്റെ പങ്കാളിയെക്കുറിച്ച് നീ വ്യക്തമായൊരു ബോധ്യം എനിക്ക് തരണം. ഞാൻ ഓർക്കിയ 3 ദിവസത്തെ ഉപവാസം, ഉച്ചയ്ക്ക് മാത്രം ഒരല്പം കഞ്ഞി, അത് ഉപ്പ് പോലും ഒഴിക്കാതെ, ഒരു കറിയുമില്ലാതെ കൈപ്പോടെ കഴിക്കാനായിരുന്നു എനിക്കിഷ്ടം. അതൊരു വലിയ ശക്തിയായിരുന്നു. ഞാൻ ഓർക്കിയ 3 ദിവസവും പകൽ സമയങ്ങൾ മിക്ക മണിക്കൂറുകളും ഞങ്ങളുടെ ഇടവകപ്പള്ളി ദേവാലയത്തിലാണ് ഞാൻ ചെലവഴിച്ചത്. 3-ാമത്തെ ദിവസം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ഉച്ച കഴിഞ്ഞ സമയം ഞാൻ അൾത്താരയുടെ സൈഡിൽ കയറി മുട്ടിന്മേൽ വീണ് നന്ദി പറഞ്ഞ് സ്തുതിച്ച് ഞാനിങ്ങനെ ആനന്ദിച്ചു കൊണ്ടിരിക്കുന്ന സമയം മനോഹരമായൊരു ദർശനം എൻ്റെ കൺമുമ്പിലൂടെ ഇങ്ങനെ വരാൻ തുടങ്ങി. ഞാൻ കാണുകയാ എൻ്റെ വിവാഹ ദിവസം. ആളുകൾ മുഴുവനും പള്ളിയിൽ നിൽക്കുന്നു. അന്ന് ഞങ്ങളുടെ വിവാഹം ആസ്വദിച്ച 3 വൈദികര് അൾത്താരയുടെ മുമ്പിൽ. അൾത്താര മുഴുവനും മാലാഖ വൃന്ദങ്ങളും യോസേപ്പിതാവും മാതാവും വിശുദ്ധരൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വലിയ സ്വർഗീയമായ കാഴ്ച. അന്ന് ആ ദേവാലയത്തിൽ നടന്ന ഓരോ ശുശ്രൂഷകൾ അതേപടി എൻ്റെ മുമ്പിലൂടെ ഇങ്ങനെ കടന്നു പോകാൻ തുടങ്ങി. എൻ്റെ ജീവിത പങ്കാളിയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടുന്നതും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ മുകളിൽ കൈകൾ വെച്ചുകൊണ്ട് ഇന്ന് മുതൽ മരണം വരെ സുഖത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും സമ്പത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഏതവസ്ഥയിലും മരണം വരെ ഞങ്ങൾ ഒന്നിച്ചു ജീവിച്ചു കൊള്ളാമേ എന്നുള്ള പ്രതിജ്ഞ ഒരു ഇടിമുഴക്കം പോലെയാ ആ വചനങ്ങൾ എനിക്ക് അനുഭവപ്പെട്ടത്. ഞാൻ അവിടെ ഇരുന്ന് കുറേ സമയം കരഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ എനിക്കൊരു വചനം ഈശോ പ്രേരണ തന്നു, നീ ബൈബിൾ തുറക്ക്, മത്തായി 19:6 എടുക്ക്. ഞാൻ ബൈബിൾ എടുത്ത തിരുവചന ഭാഗം എടുത്തു. ദൈവം കൂട്ടിയോജിപ്പിച്ചത് മനുഷ്യർ വേർപ്പെടുത്താതിരിക്കട്ടെ. ഞാനതിൻ്റെ ചുവട്ടിലേക്ക് വായിച്ചു. നിയമജ്ഞരും ജനപ്രമാണികളും പറഞ്ഞു, നീ എന്തൊരു ബോക്ഷത്തമാ പറയുന്നത്? മോശയുടെ നിയമത്തിലുണ്ടല്ലോ
ഉപേക്ഷാപത്രം കൊടുത്ത് ഭാര്യയെ ഉപേക്ഷിക്കാമെന്ന്. അവരുടെ ഹൃദയ വിചാരം മനസ്സിലാക്കി യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ കാഠിന്യ നിമിത്തമാണ് മോശ അങ്ങനെയൊരു നിയമമുണ്ടാക്കിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്കൊരു സ്വർഗീയ രഹസ്യം മനസ്സിലായി. ദൈവം കൂട്ടിയോജിപ്പിച്ച ദാമ്പത്യ ജീവിതങ്ങൾ അതിൻ്റെയും ഇതിൻ്റെയും സകലത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞ് വെട്ടിമുറിച്ച് ലോക സുഖം തേടി ഓടിയകലുക സ്വർഗം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നുള്ള വലിയ സത്യം. സ്വർഗം ലക്ഷ്യം വെച്ച് നിത്യജീവൻ പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്കും ദൈവം കൂട്ടിയോജിപ്പിച്ച ദാമ്പത്യ ജീവിതത്തെ വെട്ടിമുറിച്ചകലേണ്ട ഒരു സഹനം ലോകത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാൻ പോകുന്നുമില്ല. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് വലിയ ശക്തിയോടെ വീണ്ടും എന്നെ ഉപയോഗിക്കാൻ തുടങ്ങി. അനേകം തകർന്നുപോയ കുടുംബജീവിതങ്ങൾ മനുഷ്യബുദ്ധിയിൽ ഒരിക്കലും കൂട്ടിയോജിപ്പിക്കപ്പെടാൻ സാധ്യതയില്ലാതെ അകന്നുപോയ അനേകം ദാമ്പത്യ ജീവിതങ്ങളെ കർത്താവിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനിടയാക്കി. കർത്താവിൻ്റെ വലിയ കൃപ, പ്രിയപ്പെട്ടവരെ, എൻ്റെ ഈശോ എന്നെ വലിയ ശക്തിയോടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഓർക്കി, എൻ്റെ വിവാഹം കഴിഞ്ഞ് 2 വർഷമാകാറാകുന്ന സമയം ഞാൻ അന്നൊരിക്കൽ വൈകുന്നേരം കണ്ണൂര് ശ്രീപുരം പാസ്റ്റർ സെൻറ്ററിൽ, കോട്ടയം രൂപതയുടെ മലബാർ റീജിയൻ്റെ ഒരു ആസ്ഥാനമാണ്. അവിടെ ഞാനൊരു ആവശ്യത്തിന് വേണ്ടി പോയി. ആവശ്യം കഴിഞ്ഞിറങ്ങിയപ്പോൾ അവിടെ ഒരു ചെറിയ മുറിയാണ്, ചാപ്പല്. ദൈവാത്മാവിങ്ങനെ നിർബന്ധിക്കാൻ തുടങ്ങി, നീ അല്പസമയം പ്രാർത്ഥിച്ചിട്ട് പോ. അന്നൊക്കെ ഞാൻ എവിടെ പോകുമെങ്കിലും ദിവ്യകാരുണ്യമുണ്ടെന്നറിഞ്ഞാൽ എത്ര തിരക്കാണെങ്കിലും എത്ര സമയമില്ലെങ്കിലും ഒരു 5 മിനിറ്റെങ്കിലും എൻ്റെ ഈശോയുടെ അടുത്തിരുന്നിട്ട് ഞാൻ പോവും. 5 മിനിറ്റ് ഇരിക്കാൻ വേണ്ടി പോയിരുന്ന ഞാൻ ഒരു 3/4 മണിക്കൂറോളം മുന്നോട്ട് പോയത് അറിഞ്ഞില്ല. സമയം പോയല്ലോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് എഴുന്നേക്കാൻ നോക്കുമ്പോൾ ദൈവാത്മാവ് ഇങ്ങനെ ഉൾപ്രേരണ തരാൻ തുടങ്ങി, നീ ഇന്ന് കാസർഗോഡേക്ക് പോകണം. ഞാൻ പറഞ്ഞു, കർത്താവ്, ഈ നേരം പോയപ്പോൾ ഞാൻ എന്തിനാ കാസർഗോഡേക്ക് പോകുന്നേ? ഞാൻ അതിനു മുമ്പ് കാസർഗോഡ് പോയിട്ടില്ല. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, ഈശോയെ, എൻ്റെ അടുത്ത് പൈസയില്ല, എനിക്ക് നാട്ടിലെത്താനുള്ള പൈസയേ ഉള്ളൂ. ആത്മാവ് വീണ്ടും നിർബന്ധിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വീണ്ടും അവിടെ പ്രാർത്ഥിക്കാനിരുന്നു. വളരെ വ്യക്തമായി എൻ്റെ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നു. അന്ന് 2 ആഴ്ച മുമ്പ് മലയാള മനോരമ പേപ്പറിൽ വന്ന ചെറിയൊരു ന്യൂസ്. കാസർഗോഡ് ടൗണിലൂടെ അലഞ്ഞു തിരിയുന്ന മാനസിക രോഗിയായ അമ്മയും കുഞ്ഞും എന്ന തലക്കെട്ടിൽ വന്ന ന്യൂസ്. എനിക്ക് മനസ്സിലായി, ആ മക്കളെ കൊണ്ടുവരാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒന്നും ചിന്തിച്ചില്ല, അവിടുന്ന് ബസ് കയറി. ദൈവത്തിൻ്റെ വലിയ പരിപാലന, വലിയ കരുതൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. രാത്രിയിൽ ഞാൻ കാസർഗോഡ് പോയി വണ്ടി ഇറങ്ങി. ഞാനൊരു ഓട്ടോറിക്ഷ പിടിച്ച് ടൗൺ മുഴുവൻ കറങ്ങാൻ തുടങ്ങി. ഈ അമ്മയെ കുഞ്ഞിനെ അന്വേഷിച്ച് കാണുന്നില്ല. അവസാനം കുറേ യാത്ര ചെയ്ത് കഴിഞ്ഞ് ഒരു കടയുടെ മുമ്പിൽ മഴയിങ്ങനെ പെയ്യുന്നുണ്ട്. ഒരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഇങ്ങനെ തലയിൽ വെച്ച് ഈ കുഞ്ഞിനെ മാറോട് ചേർത്ത് വിറങ്ങലിച്ചിങ്ങനെ നിൽക്കുകയാണ്. ആ കട പൂട്ടിക്കഴിയുമ്പോൾ ആ വരാന്തയിൽ പോയി കിടന്നുറങ്ങാറാണ് പതിവ്. എനിക്ക് ഭയങ്കര വിഷമമായി. വണ്ടിയില്ലാതെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഓട്ടോറിക്ഷ ഡ്രൈവർ പറഞ്ഞു, നിങ്ങൾ ഈ കുരിശൊക്കെ കുത്തി, ഈ സ്ത്രീ ഒത്തിരി ദുരുപയോഗിക്കപ്പെടുന്ന സ്ത്രീയാ, ആളുകൾ പ്രശ്നം ഉണ്ടാക്കും. ഞാൻ വിചാരിച്ചു, നേരം വെളുക്കട്ടെ. ഞാൻ ബസ് സ്റ്റാൻഡിൽ വന്ന് വണ്ടി ഇറങ്ങി. പൈസയൊന്നും എൻ്റെ കയ്യിലില്ല. ഞാനൊരു തീരുമാനത്തിലെത്തി. ഈ മക്കളൊക്കെ എല്ലാ ദിവസവും മഴയും നനഞ്ഞ് വെയിലും കൊണ്ട് പിടിയത്തിണ്ണയിലും ബസ് സ്റ്റാൻഡിലും മരച്ചുവട്ടിലൊക്കെ കിടന്നുറങ്ങുകയാണ്. അവരെപ്പോലെ ഒരു ദിവസം കിടന്നുറങ്ങുക, അത് സ്വർഗം എനിക്കിന്ന് അനുവദിച്ച ദിവസമാണ്. പക്ഷെ കർത്താവോടെ ഉറക്കാൻ എന്നെ സമ്മതിച്ചില്ല. പ്രിയപ്പെട്ട ഒരു ലോഡ്ജിലാണ് അന്ന് കർത്താവ് എനിക്ക് ഉറങ്ങുവാനുള്ള സൗകര്യം ഒരുക്കിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഓർക്കിയ പിറ്റേന്ന് രാവിലെ കാസർഗോഡ് ടൗൺ പള്ളിയിൽ വിശുദ്ധ ബലിക്ക് ഞാൻ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തു. അവിടുന്ന് കുർബാന കഴിഞ്ഞിറങ്ങി 2 സിസ്റ്റേഴ്സ് അവരെനിക്കൊരു ഫോൺ നമ്പർ തന്നു. അന്ന് കാസർഗോഡ് മുനിസിപ്പാലിറ്റി ചെയർമാൻ പ്രസാദ് എന്ന് പറയുന്ന ഒരു വിജാതീയ സഹോദരൻ.
ഞാൻ അടുത്ത ബൂത്തിൽ കയറി ഫോൺ വിളിച്ചു. ഞാൻ പറഞ്ഞു, സാറേ, കണ്ണൂരിൻ്റെ അപ്പുറത്തുനിന്ന് വരിക, ഇവിടെ അലഞ്ഞു തിരിയുന്നൊരു അമ്മയും കുഞ്ഞുമുണ്ട്, അവരെ കൊണ്ടുപോകാൻ വന്നതാ. എൻ്റെ അടുത്ത് പൈസയില്ല, എനിക്കൊരു ആംബുലൻസ് സൗകര്യം സാറൊന്ന് ഒരുക്കി തരണം. ഞാൻ അത്രയേ പറഞ്ഞുള്ളൂ. ആ മനുഷ്യൻ ആദ്യം ഫോണിലൂടെ പറഞ്ഞ മറുപടി അതേപടി ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അദ്ദേഹം പറയുക, ദൈവമാണ് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്. 2-3 മാസമായി ഞാൻ വണ്ടി ഓടിച്ച് പോകുമ്പോൾ മഴയും നനഞ്ഞ് വെയിലും കൊണ്ട് ആ അമ്മയും കുഞ്ഞും അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നത് കുറേ ദിവസങ്ങളായി ഞാൻ കാണുന്നു. നിങ്ങൾ ആരാണെങ്കിലും 10 മണിയാകുമ്പോൾ മുനിസിപ്പാലിറ്റി ഓഫീസിലേക്ക് വാ. ഞാൻ ചെല്ലുമ്പോൾ കാണുന്നത് ഒരു വണ്ടി നിറയെ പോലീസുകാർ, ഒരു വണ്ടി നിറയെ മുനിസിപ്പാലിറ്റി ജീവനക്കാർ, ഒരു ആംബുലൻസ്. ഞാൻ പറഞ്ഞു, വേണ്ട സാറേ, ഈ ആംബുലൻസ് മതി. അദ്ദേഹം പറഞ്ഞു, വേണ്ട, ഇരുന്നോട്ടെ. ഞാൻ ഓർക്കുക, പ്രിയപ്പെട്ടവരെ, ഈ അമ്മയെ കുഞ്ഞിനെയും ആംബുലൻസിൽ കയറ്റി ഇദ്ദേഹത്തോടൊന്ന് നന്ദി പറഞ്ഞേക്കാമെന്ന് വിചാരിച്ച് വേറൊരു വഴിക്ക് മുനിസിപ്പാലിറ്റി ഓഫീസിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരു ഭീകര സത്തത്തെ പോലെ ഒരു ഉടുതുണി പോലും ഇല്ലാതൊരു ചെറുപ്പക്കാരൻ റോഡ് സൈഡിലൂടെ ഒഴുകി വരുന്ന കലക്കുവെള്ളം ഇങ്ങനെ കോരിക്കുടിക്കുകയാണ്. പോലീസുകാർ പറഞ്ഞു, അവൻ ഭയങ്കര പ്രശ്നക്കാരനാ. എനിക്ക് വിഷമമായി. ഞാൻ ആ വണ്ടിയിലിരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, എന്ത് ചെയ്യും? ഈ മകനില്ലാതെ എനിക്ക് എങ്ങനെ പോകാൻ പറ്റും? പെട്ടെന്ന് വചനം വന്ന് എന്നെ ശക്തിപ്പെടുത്താൻ തുടങ്ങി. ഞാൻ നിന്റെ കൂടെയുണ്ടെങ്കിൽ ആര് നിനക്കെതിരെ നിൽക്കും? നിന്നെ ശക്തനാക്കുന്നവനിലൂടെ നിനക്ക് എല്ലാം ചെയ്യാൻ കഴിയും. വചനം വന്ന് ഞാനിങ്ങനെ ജ്വലിക്കാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് വണ്ടിയെ നിറങ്ങി, പെട്ടെന്ന് പോയി ആ മകൻ്റെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. വണ്ടിയെ കയറ്റാൻ ഒരു തരത്തിലും പറ്റത്തില്ലായിരുന്നു. അവിടുന്ന് മുനിസിപ്പാലിറ്റി ഓഫീസ് വരെ ഞാൻ കൈപിടിച്ച് നടന്നു. ആ മുനിസിപ്പാലിറ്റി ഓഫീസിൻ്റെ മുമ്പിൽ ഒരു 3/4 മണിക്കൂറോളം നീണ്ട ശുശ്രൂഷ. പ്രിയപ്പെട്ടവർ, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. 1000-ഓളം പേരെങ്കിലും അതിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാവും. വലിയ ദൈവാനുഭവമാണ് അന്നവിടെ നടന്നത്. ഞാൻ ഓർക്കുകയാ, ആ മുത്തു എന്ന് പറയുന്ന ആ സഹോദരൻ സൗഖ്യം പ്രാപിച്ച് പിന്നീട് അവൻ്റെ ബന്ധുക്കൾ അവനെ കൊട്ടിക്കൊണ്ടുപോയി ഇന്നൊരു ജോലി ചെയ്ത് ജീവിക്കുക. ആ മാനസിക രോഗിയെ അമ്മ സുഖം പ്രാപിച്ച് ഇന്ന് മാനസിക രോഗികളുടെ ഒരു സെൻറ്ററിൽ മാനസിക രോഗികളായ മറ്റ് സ്ത്രീകളെ സഹായിക്കുക, പരിചരിക്കുക. ആ പ്രിയപ്പെട്ട മകൻ, അവൻ മരിച്ചു പോകുമെന്ന് വിചാരിച്ചതാ. മിടുമിടുക്കനായി അവൻ +2 കഴിഞ്ഞ് കുട്ടികളുടെ ഒരു സ്ഥാപനത്തിൽ ഇന്ന് വളർന്നു വരികയാണ്. ഹല്ലേലൂയ. വലതുകര ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. വിജാതീയരാണെങ്കിലും കർത്താവിന് അവരെക്കുറിച്ചുള്ള പദ്ധതി, ലോകം മുഴുവൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി കുരിശിൽ തൂങ്ങി മരിച്ച കർത്താവ് ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്ന് പറഞ്ഞ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന ഈശോ ജാതിയോ മതമോ ഭാഷയോ ഒന്നും നോക്കുന്നില്ല, എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന പൊന്നു കർത്താവ്. ഹല്ലേലൂയ. വലതുകരവർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തെ ലോക്കൽ പേപ്പറുകളിലെല്ലാം ന്യൂസ് വന്നു. എൻ്റെ ജീവിത പങ്കാളി കാണാനിടയായി. അന്ന് വരെ പ്രാർത്ഥനക്കാരെന്ന് കേൾക്കുമ്പോൾ വെറുപ്പോടെ കണ്ടിരുന്ന എൻ്റെ പങ്കാളിക്ക് ഒരു ധ്യാനം കൂടാനൊരാഗ്രഹം. മൂത്ത ചേച്ചിയെ കൂട്ടി തിരുവിതാംകൂറിൽ പോയി ഒരാഴ്ച ധ്യാനിച്ചു. പ്രിയപ്പെട്ടവരെ, ചെറിയ അനുഭവങ്ങളൊക്കെയായി തിരിച്ചു വന്നു. 3 ആഴ്ചയ്ക്ക് ശേഷം അവരുടെ ഇടവകയിൽ നടന്ന പോപ്പുലർ മിഷൻ ധ്യാനം. ആ ധ്യാനത്തിൻ്റെ 2-ാം ദിവസം വൈകുന്നേരം അവൾ കുമ്പസാരക്കൂട്ടിൽ പരിശുദ്ധാത്മാവിൽ നിറയുക. അവൾ എന്നോട് പറഞ്ഞത്, ആ കുമ്പസാരക്കൂട്ടിൽ വന്നിരുന്നത് ഒരു വൈദികനല്ല, അത് ഈശോ തന്നെയാ ആ കുമ്പസാരക്കൂട്ടിൽ വന്നിരുന്നത്. നീ പാപങ്ങളൊന്ന് ഏറ്റുപറയാനെങ്കിലും തയ്യാറാണെങ്കിൽ അവൻ നീതിമാനും കരുണയുള്ളവനുമാകയാൽ നിന്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യും. ഒരു വാക്കുപോലും ഉരുടാൻ കഴിയാതെ കുറേ സമയം ആ കുമ്പസാരക്കൂട്ടിൽ അവൾ കരഞ്ഞുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു ആൻഡോച്ചൻ, പോട്ടോ ആശ്രമത്തിലെ ഒരു ആൻഡോച്ചനായിരുന്നു ഒന്ന് കുമ്പസാരിപ്പിച്ചത്. കുമ്പസാരം കഴിഞ്ഞ് വീണ്ടും അവളെ വിളിച്ച് ഷെയർ ചെയ്തു.
ഞാൻ ഓർക്കിയ 2-3 ലൈനുള്ള ഒരു എഴുത്തെനിക്ക് വരികയാണ്. എൻ്റെ ജീവിത പങ്കാളിയുടെ ക്ഷമ ചോദിച്ചുകൊണ്ടുള്ളൊരു എഴുത്ത്. പ്രിയപ്പെട്ടവരെ, എനിക്ക് മനസ്സിലായി, എൻ്റെ ബന്ധുക്കളോടോ എൻ്റെ കൂട്ടുകാരോടോ പറഞ്ഞാൽ ആരും സമ്മതിക്കത്തില്ല. കാരണം അത്രത്തോളം വേദനകളിലൂടെ നയിക്കപ്പെടേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ കർത്താവിന് മുമ്പിൽ ഒരു ദിവസത്തെ ഉപവാസം പ്രഖ്യാപിച്ചു. ഞാൻ പറഞ്ഞു, ഈശോയെ, നീ എന്താ എന്നോട് പറയുന്നത്? അതാ എൻ്റെ തീരുമാനം. വളരെ വ്യക്തമായി എൻ്റെ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നു. കാൽവരി കുരിശിൽ പിടഞ്ഞ് 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 മരിച്ചുകൊണ്ടിരിക്കുമ്പോഴും തൻ്റെ മരണത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്ന മക്കളുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്നുള്ള വേദന കൊണ്ട് പുളയുന്ന ഈശോ കരുണയോടെ ദയയോടെ അവരെ നോക്കി, അവരുടെ പക്ഷം ചേർന്ന് അവരുടെ ഭാഗത്തുകൂടി തന്നെ കൊന്നുകൊണ്ടിരിക്കുന്നവരെ ന്യായീകരിച്ചുകൊണ്ട്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ഞാൻ എൻ്റെ പങ്കാളിയെ എൻ്റെ മനസ്സിൽ കണ്ടു, ഞാൻ കരുണയോടെ കണ്ടു. ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ, നിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച നിന്റെ പ്രിയപ്പെട്ട മകളല്ലേ, അവൾ ജനിച്ച് വളർന്നു വന്ന സാഹചര്യങ്ങൾ, ആന്തരിക മുറിവുകൾ, തിന്മയുടെ സ്വാധീനം, ലോകത്തിൻ്റെ സ്വാധീനം, അതൊക്കെയാണ് ഈ അകലത്തിനെല്ലാം കാരണമായത്. അവൾ നിരപരാധിയാണല്ലോ, അവൾ നിരപരാധിയാണല്ലോ. കരുണയോടെ ദയയോടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കർത്താവ് എനിക്ക് ഉൾപ്രേരണ തന്നു, നീ നേരിട്ട് നിൻ്റെ പങ്കാളിയുടെ വീട്ടിൽ പോകണം. പ്രിയപ്പെട്ടവരെ, എൻ്റെ കൂടെ വരാൻ ആരുമില്ലായിരുന്നു. ഞാനും എൻ്റെ ഈശോയും കൂടി പോയി എൻ്റെ ജീവിത പങ്കാളിയെ കൂട്ടിക്കൊണ്ടുവന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വലിയ സ്നേഹം കഴിഞ്ഞ അനേകം വർഷങ്ങളായി ഞങ്ങളെ കുടുംബത്തോടെ കർത്താവ് ഉപയോഗിക്കുകയാണ്. കർത്താവ് കേരളം മുതൽ അങ്ങ് ജമ്മു കാശ്മീർ വരെ വഴിയോരങ്ങളിൽ കിടന്ന് എന്നേക്കുമായി മരിച്ചു പോകേണ്ടിയിരുന്ന 100 കണക്കിന് ദൈവമക്കളെ സംരക്ഷിച്ച് സുബോധം വീണ്ടെടുത്ത് നഷ്ടപ്പെട്ടു പോയ അവരുടെ ദേശങ്ങളിൽ അവരുടെ പ്രിയപ്പെട്ടവരെ തിരിച്ചേൽപ്പിക്കുവാൻ കർത്താവ് ഞങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഇന്ന് ഞങ്ങൾക്ക് 4 മക്കളെ നൽകി. പ്രിയപ്പെട്ടവരെ, കണ്ണൂർ ജില്ലയിലുള്ള പല സ്ഥാപനങ്ങളിലായി 24 വർഷത്തോളം ശുശ്രൂഷ ചെയ്ത് ഞങ്ങൾ കുടുംബത്തോട് ശുശ്രൂഷ ചെയ്തു. ഇപ്പം 3 വർഷമായി കണ്ണൂർ ജില്ലയിൽ പയ്യാവൂരിനടുത്ത് വെമ്പുവായിലുള്ള തെരേസാ ഭവനിൽ കർത്താവ് ഞങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിന് യേശുക്രിസ്തു കാൽവരിക്കുരിശിൽ യാഗമായത്. യേശുക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നതിനും സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി കാൽവരിക്കുരിശിൽ യാഗമായി. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വലിയ പരിപാലന ഓരോ നിമിഷവും ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. കർത്താവിനോട് ചേർന്ന് വിശുദ്ധ ജീവിതം നയിക്കാനും കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് ജീവിക്കാനും തുടങ്ങുമ്പോൾ അവിടുത്തെ വചനത്തിന് വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ലാത്ത വലിയ കരുതൽ, വലിയ പരിപാലന ഓരോ നിമിഷവും നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഞാൻ ഓർക്കിയ ഒരു ദിവസം ഒരു 10,000 രൂപയാണ് അത്യാവശ്യം. ഞാൻ വിചാരിച്ച് ഇരട്ടിയിൽ പോയി ആരെങ്കിലും സുഹൃത്തുക്കളോട് ചോദിക്കാം. ഇരട്ടി ചെന്ന് ആരോട് ചോദിക്കാൻ തോന്നുന്നില്ല. ടൗൺ പള്ളിയിലേക്ക് കയറി. അന്ന് വെള്ളിയാഴ്ചയായിരുന്നു. ദിവ്യകാരുണ്യം അവിടെ എഴുന്നള്ളിച്ച് വച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ഇരുന്ന് കർത്താവിന് നന്ദിയും സ്തുതിയും പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കാണും, ഒരു സിസ്റ്റർ വന്ന് പുറകിൽ നിന്ന് തോണ്ടി. ഞാൻ പുറത്തേക്ക് ചെന്നു. പെട്ടെന്ന് ബാഗ് തുറന്നിട്ട് ഒരു 9,500 രൂപ എൻ്റെ കയ്യിലേക്ക് തന്നു. കുറേ ദിവസമായി ബ്രദറെ, ആർക്കെങ്കിലും കൊടുക്കാൻ പറഞ്ഞ് എൻ്റെ ഒരു സുഹൃത്ത് തന്നതാ. അർഹതപ്പെട്ട ആരെയും കണ്ടെത്താൻ പറ്റിയില്ല. ഞാനിന്ന് പള്ളിയിലേക്ക് വന്നപ്പോൾ ബ്രദർ ഇരിക്കുന്നത് കണ്ടപ്പോൾ ബ്രദറിന് തരണം തോന്നി. ഇനി എൻ്റെ വകയിൽ എന്തെങ്കിലും തരണ്ടേ? ബാഗ് തുറന്ന് ഒരു 500 രൂപയും കൂടി എടുത്ത് 10,000 രൂപ തികച്ച് എൻ്റെ കർത്താവിൻ്റെ കയ്യിൽ തന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ രാത്രി 9-9:30 അരിയില്ല. പിറ്റേന്ന് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് അരിയിടേണ്ടതാ. കർത്താവിൽ ആശ്രയിച്ചു. കർത്താവ് മുട്ടുവരത്തില്ല. പ്രിയപ്പെട്ടവരെ, വള്ളിത്തോട്ടിലുള്ളൊരു കടക്കാരൻ, അദ്ദേഹം എന്തെങ്കിലും കൊടുക്കണമെന്ന് കുറേ ദിവസങ്ങളായി പോകാൻ പറ്റിയില്ല. അന്നും പതിപോലെ അദ്ദേഹത്തിൻ്റെ ഷട്ടർ താഴ്ത്തി പീടിക അടച്ച് പോകാൻ വേണ്ടി ജീപ്പേ കയറി. ആരോ നിർബന്ധിക്കാൻ തുടങ്ങി, നീ ഇന്ന് കൊണ്ട കൊടുക്ക് അരിയെ, നീ ഇന്ന് കൊണ്ട കൊടുക്ക്. അദ്ദേഹം പറയുക, ഞാൻ ഇറങ്ങി വന്ന് ഷട്ടർ പൊക്കി അരിയും പച്ചക്കറിയൊക്കെ വണ്ടിയെ കയറ്റി കൊണ്ടുവരിക. ഞാൻ നോക്കുമ്പോൾ 10 മണിയാകുമ്പോഴിതാ അരിയും സാധനങ്ങളൊക്കെയായി. കർത്താവ് ഹല്ലേലൂയ. വലതുകര ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ 37ഓളം മാനസിക രോഗികളായ മക്കൾ അവിടെയുണ്ട്. ഒരു 75 ദൈവമക്കളെ കൂടി നോക്കുവാൻ പരിശുദ്ധാത്മാവ് ഉൾപ്രേരണ തന്ന് തറക്കല്ലിട്ടൊരു കെട്ടിടം. ഇത് അതിൻ്റെ ഏകദേശം ഒരു 60% പണി പൂർത്തിയായി. സ്വർണ്ണം പണ്ടോ പ്രൊജക്റ്റോ ഫോർനൈഡോ ഒന്നുമില്ല. കർത്താവിൻ്റെ വലിയ കരുതല. ഇരട്ടിയിലൊരു ഭിക്ഷാടകനുണ്ടായിരുന്നു. വ്യാഴാഴ്ച ദിവസം ഭിക്ഷാടന ദിവസമാണ്. ഭിക്ഷ കിട്ടുന്ന തുകയുടെ 10% മാറ്റിവെക്കും. ആ സഹോദരൻ എന്നെ കാണുമ്പോൾ ഒന്നെങ്കിൽ അത് പച്ചക്കറിയായിട്ടായിരിക്കും, അല്ലെങ്കിൽ പൈസയായിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുതരും. ഇരട്ടിയിലൊരു ടാക്സി ഡ്രൈവറുണ്ട്. ടാക്സി ഡ്രൈവേഴ്സൊക്കെ വട്ടത്തിലിരുന്ന് പൊരിച്ചതൊക്കെ കൂട്ടി ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോൾ മനഃപൂർവ്വം പൊരിച്ചത് വേണ്ട എന്ന് മാറ്റിവെക്കും. ഒരു മാസം തികയുമ്പോൾ അതിൻ്റെ പൈസ കളക്ട് ചെയ്ത് എത്തിച്ചു തരും. ഹല്ലേലൂയ. വലതുകര ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കൊട്ടുപുഴയിൽ ഒരു ഭവനത്തിൻ്റെ ഒരു വാർപ്പ് നടക്കണം. 180 ചാക്ക് സിമെൻറ്റ് വേണം. ഒരു ദിവസം മുഴുവൻ ഞാൻ കറങ്ങി നടന്നു, എവിടുന്നും കിട്ടിയില്ല. 2-ാം ദിവസം മുഴുവനും ഞാൻ ദിവ്യകാരുണ്യത്തിൻ്റെ അരികിലിരുന്നു. 4 മണിയായപ്പോൾ കർത്താവ് ഒരു സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞു. അവിടെ ചെന്നു അവരോട് കാര്യം പറഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസം 180 ചാക്ക് സിമെൻറ്റ് വേണ്ടെടുത്ത് ഒരു ലോഡ് 200 ചാക്ക് സിമെൻറ്റ് ഒരു വ്യക്തി തന്നെ കൊണ്ടുതന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനത്തിന് വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ല. പ്രിയപ്പെട്ടവരെ, ഒരു ശമയോനെങ്കിലും ആകുവാൻ, ഒരു വേറോനിക്കെങ്കിലും ആകുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. നശ്വരമായ ഈ ലോക അപ്പത്തിന് വേണ്ടി മാത്രം ഓടി നടക്കുന്നവരായി മാറാതെ അനശ്വരമായ നിത്യജീവന്റെ അപ്പം സ്വന്തമാക്കുവാൻ ഞാനായിരിക്കുന്ന മേഖലകളിലും നാടുകളിലും ദേശങ്ങളിലൊക്കെ അനേകർക്ക് അനുഗ്രഹമായി നമ്മൾ മാറണം. നാളെ നേരം വെളുക്കോ എന്ന് നമുക്കാർക്കും ഒരു ഉറപ്പുമില്ല. നമ്മുടെ കഴിവ്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്തൊക്കെ വേദനിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ സ്വർഗം നമ്മളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് കണ്ണുകളടയ്ക്കാം. അവസാന നാളിൽ വനമേഘങ്ങളിൽ വിജയലാളിതനായി കർത്താവ് കടന്നു വരുമ്പോൾ അവിടുത്തെ വലതുവശത്ത് നിൽക്കാനുള്ള വലിയ കൃപ എൻ്റെ കർത്താവെ നീ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഓ പൊന്നു തമ്പുരാനെ, ഞാൻ വിശന്നവനായി വന്നപ്പോൾ നിങ്ങൾ എനിക്ക് ആഹാരം തന്നു. ഞാൻ ദാഹിച്ചു വന്നപ്പോൾ നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായി അലഞ്ഞു തിരിഞ്ഞ് നടന്നപ്പോൾ നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ വസ്ത്രം പോലും ഇല്ലാതെ നഗ്നനായി നടന്നപ്പോൾ നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ കാരാഗ്രഹത്തിലും രോഗാവസ്ഥയിലെല്ലാമായിരുന്നു. നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു എന്നെ സന്ദർശിച്ചു. ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോഴൊക്കെ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. നമുക്ക് പൂർണ്ണമായി സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ കുടുംബജീവിതങ്ങളെ സമർപ്പിക്കാം. ലോകം മുഴുവനുള്ള കുടുംബജീവിതങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കൊടുക്കാം. വലിയ ശത്രുതയുടെ മതിലുകൾ ഉയർത്തി എത്രയോ കുടുംബങ്ങൾ സമാധാനവും സന്തോഷവും ഇല്ലാതെ കഴിയുക. സഹനത്തിൻ്റെയും തകർച്ചകളുടെയും വേദനകളുടെ ഒക്കെ പേര് പറഞ്ഞ് ദാമ്പത്യ ജീവിതം മുറിച്ചകന്നു കഴിയുന്ന മക്കൾ, യേശുവിൽ നിന്ന് വിട്ടുപോയ മക്കൾ, സഹനത്തിൻ്റെ പേര് പറഞ്ഞ് എത്രയോ മക്കൾ സത്യസഭയെ വിട്ടുപോയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോടെ കർത്താവിൽ ആശ്രയിക്കുവാൻ നിങ്ങൾക്ക് കൈവരാൻ പോകുന്ന ദൈവമഹത്വത്തോട് തുലന ചെയ്യുമ്പോൾ ഇന്നത്തെ ഈ കഷ്ടതകളെല്ലാം വളരെ വളരെ നിസ്സാരങ്ങളാണ്. വളരെ വളരെ നിസ്സാരങ്ങളാണ്. എല്ലാ തകർച്ചകളെയും വലിയ അനുഗ്രഹങ്ങളാക്കി മാറ്റുവാൻ,
വലിയ ഉപരി നന്മകളാക്കി മാറ്റുവാൻ മതിയായവന്റെ മുന്നിലാ ഞാൻ നിൽക്കുന്നത്. ഓ യേശുവേ, ഒന്ന് തൊടണമേ യേശുവേ, ഓ തൊടണമേ ഈശോയെ. വലിയ വിടുതലിന്റെ അനുഭവം, വലിയ സൗഖ്യത്തിന്റെ അനുഭവം. ഓ ജീസസ്, ഓ ജീസസ്, എന്നെ അങ്ങ് ഉപയോഗിക്കണേ കർത്താവേ. എൻ്റെ കുടുംബത്തിൽ നീ എന്നെ ഉപയോഗിക്കണം അനുഗ്രഹമായി. എൻ്റെ ദേശത്തൊരു അനുഗ്രഹമായി മാറാൻ നീ എന്നെ ഉപയോഗിക്കണേ കർത്താവേ. അതൊരു കൃപയാണല്ലോ, അതൊരു ദാനമാണല്ലോ. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക, സ്വന്തം ജീവിതം മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി മുറിക്കപ്പെടുക. കർത്താവേ, എനിക്ക് വേണ്ടി അങ്ങ് കുരിശിൽ മുറിക്കപ്പെട്ടല്ലോ. അവസാനത്തുള്ളി രക്തം പോലും നീ എനിക്ക് തന്നു. എനിക്ക് മുറിക്കപ്പെടണം, മറ്റുള്ളവർക്ക് വേണ്ടി മുറിക്കപ്പെടണം അങ്ങയുടെ നാമത്തിൽ. ഓ ജീസസ്, ഓ ജീസസ്, പവർ, പവർ. സ്തോത്രം ജീസസ്, സ്തോത്രം ജീസസ്. നന്ദി ഈശോയെ, നന്ദി ഈശോയെ. സ്തോത്രം ജീസസ്. എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട് ദൈവപിതാവിൻ ഹൃത്തിൽ. അതെന്റെ നാശത്തിനല്ല, ശുഭമാ ക്ഷേമത്തിൻ പദ്ധതിയല്ലോ. എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട് ദൈവപിതാവിൻ ഹൃത്തിൽ. അതെന്റെ നാശത്തിനല്ല, ശുഭമാ ക്ഷേമത്തിൻ പദ്ധതിയല്ലോ. ആനന്ദിക്കും ഞാൻ, ആനന്ദിക്കും ഞാൻ, കർത്താവിൽ ആനന്ദിക്കും. രക്ഷകനാകും എൻ ദൈവത്തിൽ നിത്യം സന്തോഷിച്ചിടും ഞാൻ. കരമടിച്ചുകൊണ്ട് പാടാം. ആനന്ദിക്കും ഞാൻ, ആനന്ദിക്കും ഞാൻ, കർത്താവിൽ ആനന്ദിക്കും. രക്ഷകനാകും എൻ ദൈവത്തിൽ നിത്യം സന്തോഷിച്ചിടും ഞാൻ. നമുക്കൊന്ന് പരസ്പരം പറയാം. നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട് ദൈവപിതാവിൻ ഹൃത്തിൽ. അതു നിന്റെ നാശത്തിനല്ല, ശുഭമാ ക്ഷേമത്തിൻ പദ്ധതിയല്ലോ. പരസ്പരം പറയാമോ, ചേർന്ന് പറയാമോ? നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട് ദൈവപിതാവിൻ ഹൃത്തിൽ. അതു നിന്റെ നാശത്തിനല്ല, ശുഭമാ ക്ഷേമത്തിൻ പദ്ധതിയല്ലോ. ആനന്ദിക്കും ഞാൻ, ആനന്ദിക്കും ഞാൻ, കർത്താവിൽ ആനന്ദിക്കും. രക്ഷകനാകും എൻ ദൈവത്തിൽ നിത്യം സന്തോഷിച്ചിടും ഞാൻ. ചേർന്ന് പാടാം. ആനന്ദിക്കും ഞാൻ, ആനന്ദിക്കും ഞാൻ, കർത്താവിൽ ആനന്ദിക്കും. രക്ഷകനാകും എൻ ദൈവത്തിൽ നിത്യം സന്തോഷിച്ചിടും.